ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഗായ്സ് നമ്മളിതാ രാവിലെ അത്തൊക്കെയാണ് അമ്പലത്തിൽ പോകാൻ കയ്യിൽ ചെറുപ്പൊക്കെ ആയിട്ട് എനിക്ക് ഡാവിന് എടുക്കാറായതുകൊണ്ട് നമ്മളൊരു ചേച്ചിൻ്റെ മാത്രം ചേച്ചിനെ കൊണ്ട് കുടിപ്പിക്കാൻ പോവാണ് ഗൈസ്. സത്യത്തിലേക്ക് ഡാവിന് എടുക്കാൻ അറിയില്ല, സാരി എടുക്കാൻ അറിയില്ല, ഒന്നും എടുക്കാൻ അറിയില്ല. അയ്യോ, നമ്മളെന്തായാലും ഡാവിനെ കൊടുത്ത് അമ്പലത്തിൽ പോട്ടെ. അമ്പലത്തിൽ പോയിട്ട് നത്താണല്ലോ അവിടെ വലിയ പൂക്കളൊക്കെ ഇട്ടുണ്ടാവും നമ്മളെ നടക്കുന്നതിൻ്റെ അവിടെ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പോട്ടെ, ബൈ. നടക്ക് ഗൈസ്. ആണ് ധാവണിയൊക്കെ എടുത്ത് നമ്മൾ പോവാണ്. നേരം വൈകാനും ചിലവരുടെ വക എനിക്ക് നല്ലത് കേട്ടു. ഇനി നമ്മളിനി തൊഴുതിട്ട് വേറെ അമ്പലങ്ങളൊക്കെ തൊഴണമെന്നുണ്ട്. പക്ഷെ ഒരാൾക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, ജോലി എന്ന് വെച്ചാൽ വർക്കിംഗ്, ഫുൾ ടൈം വർക്കാണ്. എൻ്റെ ഒരു ഇൻസ്റ്റന്റ് ബിസിനസ്സുകാരൻ ഭയങ്കര ആത്മാർത്ഥമുള്ള ബിസിനസ്സുകാരനാണ്. എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല ഗൈസ്. ഞാൻ വെറുതെ പറഞ്ഞോ. നമ്മളെന്തായാലും പോട്ടെ. എനിക്ക് എൻ്റെ മുടിയൊന്നും ഉണങ്ങിയിട്ടെന്നില്ല. എന്ത് ചെയ്യുമല്ലേ നമ്മളിനി. ഓ, അമ്പലത്തിൽ പോയിട്ട് അതിന് അമ്പലത്തിൽ പോയി കുറച്ച് നാളായി വടക്കും. അല്ലെങ്കിൽ തൊഴുതിട്ട് എന്തായാലും തൊഴണം എന്നുള്ള മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് തൊഴാൻ പറ്റിയത്. നമ്മളെ ഗുരുവായൂരൊക്കെ ഉണ്ടല്ലോ, ഗുരുവായൂർ വിളിച്ചാൽ മാത്രമേ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ വടക്കുന്നാലും അങ്ങനെ തന്നെയാണ്. മഹാദേവൻ വിളിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളെ വിളിച്ചു, നമ്മൾ പോവാണ്. എന്തായാലും പോയിട്ട് കാണിച്ചു തരാം. കൊടി ഉയർത്തുന്നുണ്ട് ഗൈസ്, കൊടി കൊടി കൊടി. റൗണ്ടിലെത്തിയ കുറേ കണ്ട പ്രാവുകളൊക്കെ പോകണുണ്ടോ, അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണം എനിക്ക്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തി. അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നെ കൊണ്ടാവുന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പ്രസാദമൊക്കെ കിട്ടി. നല്ല സ്വാദുണ്ട്. വടക്കം നല്ല പ്രസാദത്തിനാണ് ഇത്രയും പ്രത്യേക സ്വാദ്. അപ്പോൾ കുറച്ച് എൻ്റെ ഷോ ഓഫ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ആൾക്കാരെയൊക്കെ കൊണ്ട് വടക്കം തന്നെ കുറച്ചധികം ആൾക്കാർ വന്ന് നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ചു. അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു കേട്ടോ. നമ്മളോട് ഇത്രയും സ്നേഹിക്കാൻ ഇപ്പോഴും ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഇപ്പോഴും നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അത്ര ഒരു ഹാപ്പിനെസ് വേറെ ഒന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാനും ഹാപ്പിയായി. ഇനി നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം വേണം കേട്ടോ. ഇതുപോലെ ഗൈസ് അങ്ങനെ തൊഴുതിറങ്ങി. എനിക്ക് മാക്സിമം അങ്ങനെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. അത് കാരണം നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല. ഡോറടയ്ക്കോ. അപ്പോൾ പുലിക്കളിയുടെ വെടിക്കെട്ടാണ് ഞാൻ ഇപ്പോൾ നേരത്തെ വീഡിയോ കണ്ടില്ലേ. പുലിക്കളി കൊടിയേറി അതൊക്കെ കഴിച്ചു. നമ്മളിനി അത്തപ്പൂക്കളത്തിൻ്റെ അവിടേക്ക് പോവാണ്. പോയിട്ട് കണ്ടിട്ട് അത് ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയണേ. എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അവിടെ പോട്ടേട്ടോ ഗൈസ്. ജനസാഗരമാണ്, ജനസാഗരം. നമ്മുടെ പൂക്കളം കാണാനായിട്ട് എന്താ അല്ലേ വടക്കുന്നതിൻ്റെ ഭംഗി. പൂക്കളിടുമ്പോൾ അയ്യവ ഗൈസ്. ഗണപതി ഞങ്ങളൊക്കെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും കേട്ടോ. അവിടെ നോക്കുമോ, തൃശ്ശൂർ സമയത്ത് ഗണേശോത്സവ കമ്മിറ്റി. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ വടക്കുന്നതിൻ്റെ അവിടെ അത്തത്തിൻ്റെ പൂക്കളം കാണാൻ വേണ്ടി വന്നേക്കാണ്. നോക്ക്, ജിനിച്ചെണ്ണൊക്കെ ഉണ്ട്. എല്ലാവരും ഓരോ വഴിക്കാണ്. മാറ്റി പോകുന്നുണ്ട് അവിടെ. വേണ്ട, നടന്നോ. ഞാൻ വോയിസ് കൊടുത്തോളാം. വോയിസ് ഓർ കൊടുത്തോളാം. എടുത്തു ഞാൻ എടുത്തോ. ഞാനില്ല. അധികം കിലോ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിൽ ഇവിടെ പൂക്കളങ്ങൾ ഒരുക്കാറുണ്ട്. ഇത് കാണാനായി നിരവധി പേർ തൃശ്ശൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. മലയാളത്തിന്റെ മഹോത്സവം നമ്മൾ ഇന്ന് ഈ തിരുനടയിൽ തുടങ്ങുകയാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ നമുക്കൊരു സെലിബ്രിറ്റീനെ തന്നെ ഞാൻ ഈ പെട്ടി നിറയെ സമ്മാനമുണ്ട്. ഞാൻ സമ്മാനവും തരും. ഓക്കെ, പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കുഞ്ഞു ചോദ്യത്തിന് ഉത്തരം പറയണം. ഓക്കെ, ചോദ്യം ചോദിക്കില്ലേ? ചോദ്യം ചോദിക്കും. സമ്മാനം കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, ചോദിക്കും. നമ്മള് ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് പഴഞ്ചൊല്ല അറിയില്ല എന്നൊക്കെ പൊതുവെ ഒരു സംസാരമുണ്ട്. ചൂക്കിക്കിട്ടാണോ ഉദ്ദേശിച്ചത്? 2001 ജനിച്ചതിന് തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ല, പഴഞ്ചൊല്ലാണ്. എന്നാലും നമ്മള് പൊതുവേ നമുക്കൊരു ചീത്തപ്പേരുണ്ട്, പഴഞ്ചൊല്ല അറിയില്ല. അതൊന്ന് തിരുത്തി കുറിക്കണം. തിരുത്തി കൊടുത്തിരിക്കും. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മുടെ ഓണം ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ല് പറയാൻ പറ്റുമോ? അറിയാൻ നോക്കാം. ഓണം
ഫുഡല്ലേ ഓണം ഫുഡും ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ ഓണഫുഡ് ഓണത്തിനൊക്കെ പുട്ട് കച്ചവടം എന്ന് പറയുന്നതല്ലേ പറഞ്ഞിരിക്കുന്നു. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം നടത്തുന്ന ഇത് ഞാൻ മൊത്തമായിട്ട് പക്ഷെ കൊടുക്കില്ല. പക്ഷെ ഇതിന്റെ ഉള്ളില് ഇഷ്ടമുള്ള എന്തും എടുക്കാം. ഇഷ്ടമുള്ള എടുക്കാം. ഇഷ്ടമുള്ള പറഞ്ഞ് എടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ മനസ്സിലായിരുന്നു. പക്ഷെ അതിന് വേറൊരു സ്പെഷ്യൽ തന്നാലോ? ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം പറഞ്ഞാൽ നമുക്ക് ആദ്യം യൂണിറ്റ് ഈസ്റ്റിന്റെ ഒരു പുട്ട് പൊടി തന്നെ കൊടുത്താലോ? പിടിച്ചു വാങ്ങാനുള്ള ആൾ എക്സ്ട്രാ ഉണ്ട്. ഇഷ്ടമുള്ളത് എടുക്കാം. 2 എടുത്തോ. സ്പെഷ്യൽ. എന്റെ അമ്മയ്ക്ക് സേമിയ പായസാണ് ഇഷ്ടം. എനിക്ക് പാലട പായസാണ് ഇഷ്ടം. സ്പെഷ്യൽ ഇല്ല സദ്യ പാലട ഉണ്ട്. യൂണിറ്റ് ഈസ്റ്റ് ഉണ്ട്. 2 എടുക്കാന്നൊക്കെ പറഞ്ഞ ചേച്ചി എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചേച്ചിന്ന് വിളിക്കരുത്. സോറി അനിയത്തി. ഒരു കുഞ്ഞു കുട്ടി ഇങ്ങനെ പുട്ടൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ? കഴുകി വറുത്ത് നാടൻ പുട്ടുപൊടിയാണ് അല്ലേ? അതെ. ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് തന്നെ വേറെ കുറച്ച് നാളികേരൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാൽ മതി. ഈസി സ്റ്റെപ്സിന് അടിപൊളി പുട്ട്. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആയില്ലേ? പുട്ടാണെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന നാളെ ഓണത്തിനുള്ള പായസം നമുക്ക് സെറ്റ് ചെയ്യാം. ഏത് വേണം? കിട്ടാൻ പറ്റില്ല. നല്ല കാലണ്ടല്ലേ ചേച്ചി എങ്ങനെ പിടിക്കുന്നു. ആഹാ, സേമിയ ഉണ്ട്. 2 എടുക്കാന്നല്ല പറഞ്ഞു. എടുത്തോ. ഏതും ഇതാണ് സ്പെഷ്യൽ യൂണിറ്റ് ഈസ്റ്റിന്റെ സ്പെഷ്യൽ ഇല്ല സദ്യ പാലട. എനിക്ക് പാലട ഇഷ്ടം, അമ്മയ്ക്ക് സേമിയ ഇഷ്ടം. അപ്പൊ ഓണത്തിന് 2 പായസം ഉറപ്പായിട്ട് സെറ്റ് ആക്കും. ഉഷാറാക്കും. അപ്പൊ എല്ലാവർക്കും അപ്പൊ ചേച്ചി പറഞ്ഞോ, നമുക്ക് പകുതി പറഞ്ഞോ ഒന്ന് കട്ട് ചെയ്തിട്ട്. അപ്പൊ എല്ലാവർക്കും ഒന്നും കേട്ടിട്ട് അപ്പൊ എല്ലാവർക്കും യൂണിറ്റ് ഈസ്റ്റിന്റെ ഹാപ്പി. ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ ജിനിഷേനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സീരിയലോട് സീരിയലായിട്ട് ജിനിഷേന്റെ തിരക്ക് അനുചേച്ചിന്ന് വെഡിങ് ആനിവേഴ്സറിയാണ് 2 ആളുടെയും അല്ലേ? അതിന്റെ ഇടയിൽ കൂടെ കുമ്മനടിക്കുന്ന ദക്ഷിണ അനിഷേട്ടൻ എന്റെ വിട്ട് പോണില്ല. ഒരു ഡ്രസ് അല്ലട്ടോ, നമ്മുടെ ഒരു അനിയത്തിനെ പോലെയാണ്. ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരാളുണ്ട് നമ്മുടെ ഫുൾ ടൈം നമ്മുടെ എല്ലാ കാര്യങ്ങളും പകർത്തുന്ന ആള്. ഒരു 10 ലൈനുണ്ട്. ഒന്ന് ഇടിക്കൊന്ന് തൃശ്ശൂർ. അങ്ങനൊന്നും പറയരുത്. വിഷ്ണുവിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്ന് ആദ്യം പണ്ടേ ജിനീഷേട്ടൻ ഭയങ്കര ലുക്കായിരുന്നു. ഇപ്പോഴാണ് ജിനിഷേട്ടൻ സീരിയലിൽ മേക്കപ്പ് പ്രാരാബ്ദം പ്രാരാബ്ദല്ല കോടീശ്വരി. സുന്ദരിയായി ഭർത്താവ് ചുങ്ങിപ്പോയി. അപ്പൊ പറയാൻ മങ്ങിപ്പോയി എന്ന് പറയണേ. ഫുള്ള് കുട്ടിയാണ് കേസ്. ചെക്കൻ ആരോ മേക്കപ്പ് ചെയ്ത് ഭയങ്കര സുന്ദരന് വെളുത്ത ആളായിരുന്നു. ഇപ്പൊ മേക്കപ്പ് ചെയ്ത് ആരോ കൊളാക്കി. ജിനിഷേട്ടൻ എനിക്ക് ഭയങ്കര നല്ല ലുക്ക് ഉണ്ടല്ലോ കാണാൻ. മെസ്സേജ് ജിനിഷേട്ടൻ ഹായെന്നൊക്കെ പറഞ്ഞു. വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര നല്ല രസമായിരുന്നു. പക്ഷെ നമ്മൾ കമ്പിനതിന് ശേഷം മനസ്സിലായിട്ടാണല്ലോ ജിനിഷേട്ടൻ അല്ലെ പാവാട്ടോ. നമ്മളോട് അങ്ങനെ ചാടുന്നില്ലാത്ത മനുഷ്യനാണ്. എന്താ പറയാ, ഒരു ഭയങ്കര സ്നേഹം. ബിഗ് ബോസിൽ കാണിച്ച അതേ തൊട്ടിത്തരാണ് ഇവിടെ ലൈഫിലും. കാണിച്ചില്ലല്ലോ. അല്ല ഓക്കെ ബൈ. ഈ ഡ്രസ് നല്ല അടിപൊളിയാണല്ലോ. ചുരുക്കത്തിലൊരു പ്രമോഷൻ. ഭയങ്കര കളർ വെച്ചല്ലോ. ഓക്കെ സ്റ്റാർട്ട്. ആഫ്റ്റർ ലോങ് ടൈം ജിനിഷേട്ടനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനുശേഷിനി 2 ആളും തിരക്കോട് തിരക്ക്. എന്താ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് എന്റെ 20ാമത്തെ ബാക്കിയോ എന്നെ കണ്ടു തോന്നില്ലല്ലോ. അതാണ് മൊത്തം സീരിയലാണ് കഴിച്ചത്. അപ്പൊ കാണാനില്ല. ഫുള്ള് ലക്ഷദ്വീപ് സീരിയല്. നമ്മള് അതല്ല, നമുക്ക് നന്ദനെ കൊണ്ടല്ലോ നമ്മളെ സിംഗപ്പൂർ ട്രിപ്പിന്. സീരിയസ്ലി എന്നാ ഞാൻ ഞായറാഴ്ച ദക്ഷിണ സെലിബ്രേഷൻ എല്ലാരും വന്നോളൂ. എല്ലാരും ഓണത്തിന്റെ വിട്ട് ഓണക്കോടി പാലടയും പരിപ്പും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോവാൻ പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, പോയിട്ട് വരാം.
വിഷ്ണു അയ്യോ ആ വിഷ്ണുവിനെ പരിചയപ്പെടുത്താൻ അങ്ങനെയല്ല ഞാൻ പരിചയപ്പെടുത്താം ഇപ്പൊ ഹായ് ഇതാണ് വിഷ്ണു നമ്മുടെ വീഡിയോ അത് പറയണ്ട അതല്ല പറയാൻ നന്ദന ഒരു ഫാൻസ് കാണാൻ വന്നിട്ടുണ്ട് ഹായ് ഞങ്ങളിവിടെ വേണ്ടി ഒരു പ്രോഗ്രാമൊക്കെ ആയിട്ട് വന്നാണ്. പക്ഷെ വീഡിയോഗ്രാഫർ ഭയങ്കര ഗൈസ് അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഫുഡ് വെച്ചില്ല അമ്മ നേരത്തെ പോയി. എൻ്റെ വീട്ടിൽ അത്തപ്പൂക്കൾ ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ പോയി ഇട്ടേട്ടോ. ആദ്യം ഫുഡ് മേടിക്കട്ടെ, എന്തല്ലേ നോക്കട്ടെ. ഇവിടെ ചപ്പാത്തിയും പൊറോട്ടയും ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരാളെ കാണുന്നത്. ഡ്രൈവറാ ജാട നോക്കുന്നില്ല, നോക്കിയിരിക്കണുണ്ടോ ജാട. ഇടക്കണ്ണ് നോക്കും. അപ്പോൾ ഗൈസ് നമ്മളിതാ പൂക്കളിടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറിയ പൂക്കളല്ല ഇടുന്നു, ചെറിയ പൂക്കളായിട്ട് പറഞ്ഞാൽ വലുതൊന്നും ഇടുന്നില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചെറുതിട്ടിട്ട് നമുക്ക് നാളെ തൊട്ട് ഒന്ന് അത്യാവശ്യം വലുതാക്കാലോ എന്നുള്ള പ്ലാനാണ്. അല്ലെങ്കിലും തിരുവോണത്തിൻ്റെ അന്നാണ് ഞാൻ വലുതിടാറ്. നമ്മളെന്ന് അത്തത്തിൻ്റെ അന്ന് കുറച്ച് അത്യാവശ്യം ചെറുതിട്ടിട്ട് ബാക്കി ഇങ്ങനെ നല്ല നോർമൽ വലുപ്പത്തിലുള്ള ഇട്ടിട്ട് പോകും എല്ലാ ഇതും. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് വലുതിടും ഞാൻ. അതാണ് എൻ്റെ എന്നും ഉള്ള ഘടകം, എന്നും ചെയ്യാറില്ല ഞാൻ അങ്ങനെയാണ്. നമുക്ക് നോക്കാം എന്താവും എന്തിനാവും എന്നൊക്കെ. തന്നെ പറയാം. ഞാൻ എന്തായാലും പൂക്കളിട്ടിട്ട് ലാസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എൻ്റെ കോൺസെൻട്രേഷൻ പോകും. ഓക്കെ, ഇതാണ് എൻ്റെ കുഞ്ഞി പൂക്കളം. ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും ഇട്ടില്ല. ഞാൻ കണ്ടില്ലേ നിങ്ങൾ എൻ്റെ കുഞ്ഞി പൂക്കളത്തെ. അപ്പം ഞാൻ ഇത്ര ഇട്ടുള്ളൂ, ഇതാ കണ്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അത്തത്തിൻ്റെ അമ്പലത്തിലൊക്കെ പോയി മാക്സിമം വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആട്ടൊന്ന് ഓഫ് ചെയ്യോ. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ. അതല്ല ബോറടിച്ച് നീട്ടി വലിച്ച് കൊണ്ടുപോകണ്ട. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓരോ ബ്രാൻഡിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അവർ എന്തോ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചാൽ ഞാൻ ആൻസർ പറഞ്ഞു, എനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി അത്തം.